വൈകിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോയി. ബത്തുബായിലുള്ള അമ്പലത്തേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് കുറേ കിളികൾ, ദേശാടന കിളികളാണ് തോന്നുന്നുണ്ട്. ഇതിൻ്റെ മുന്നേ ഒന്നും പോയപ്പോൾ ഇതേപോലെ കണ്ടിട്ടില്ല. അങ്ങനെ കുറച്ച് നേരം അതിനെയൊക്കെ നോക്കി നിന്നു. ഈ നടക്കണ വഴി കണ്ടാൽ നമ്മളെ ഗുരുവായൂർ അമ്പലത്തേക്ക് നടക്കുന്ന ആ വഴി പോലെയാണ് എനിക്ക് തോന്നൽ. ഈ രണ്ട് വശത്ത് നിറയെ കടകളും, പിന്നെ ഈ കടകളിൽ നിന്നൊക്കെ വരുന്ന നല്ല കുന്തിരിക്കത്തിൻ്റെയൊക്കെ സുഗന്ധവും എല്ലാം കൂടി, എല്ലാം പഴയ കെട്ടിടങ്ങളും കടകളൊക്കെയാണ്. എന്തോ ഈ വഴി കൂടെ അങ്ങനെ നടക്കുമ്പോൾ ഭയങ്കര നല്ലൊരു ഫീലാണ്. അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് ഒരുപാട് പൂക്കളും പൂജാ സാധനങ്ങളും ഒക്കെ വിൽക്കുന്ന കടകളുണ്ട്. നാട്ടിലത്തെ അമ്പലം പോലത്തെ പൂജകളും രീതികളൊന്നും അല്ല ഇവിടെ. നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒരു രീതിയിലാണ് അമ്പലത്തിൻ്റെ അകമെല്ലാം ഉള്ളത്. പിന്നെ ഇവിടെ പ്രസാദമായിട്ട് തരുന്നത് ഭയങ്കര മധുരമുള്ള ഈ ദീപാവലിക്കൊക്കെ കിട്ടുന്ന സ്വീറ്റ്സ് പോലത്തെ അങ്ങനത്തെ ഓരോന്നൊക്കെയാണ്. തൊഴുതിറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ അതിൻ്റെ തൊട്ടടുത്ത് ഈ ചെറിയ ബോട്ടുകളൊക്കെ പോകുന്നുണ്ട്. അതൊക്കെ അങ്ങനെ നോക്കി നിന്ന്. ഈ അമ്പലവും അതിൻ്റെ പരിസരവും എല്ലാം ഒരു കൂളായിട്ടുള്ള ഫീലാണ്. ഇവിടെ ഇങ്ങനെ കുറേ ടൈം സ്പെൻഡ് ചെയ്യാൻ തോന്നും. എന്തായാലും കുറേ നേരം അതൊക്കെ ഇങ്ങനെ നോക്കി നിന്നിട്ട് പിന്നെ രാത്രിയാവാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ വല്ല തിരിച്ചു പോന്നു.